അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ അംഗം വേറൊന്നുമല്ല, കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ രാവിലെ തന്നെ പണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ഇക്കും കുട്ടികളും ഇരുന്ന് ചട്ടിയിടായിരുന്നു. അങ്ങനെ ഹാളിൽ മൊത്തം അതിൻ്റെ കുപ്പയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കുക വേഗമുള്ള ഉണ്ടാക്കണം, കാരണം ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, ഒക്കെ കൂടെ ഒന്ന് പൊരിയും. അപ്പോൾ ഇതാ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഫൈക്കുട്ടൻ നോക്കുന്നു, ഫൈക്കുട്ടനെ എണിച്ചിട്ടേ ഇല്ല. സമയം 7:40 അവൻ വിളിച്ചിട്ട് എണിക്കണേ ഇല്ല. പൊന്നൂസ് വരുമ്പോഴേക്കും അവൻ്റെ കുളി അങ്ങോട്ട് കഴിയണം, എന്നാലേ സെറ്റ് ആവുള്ളൂ. അങ്ങനെ അവനെ വിളിച്ച് ഞാൻ പിന്നെ ഹാള് വൃത്തിയാക്കാൻ നിന്നിട്ട് ഹാള് വൃത്തിയാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി മൊത്തം ഇരുന്ന് ഏകദേശം എത്ര വരുന്നു, ഞാൻ ഉറങ്ങിട്ടോ. കാരണം കുട്ടികളുടെ ചട്ടിട്ട് അവർ സമാധാനം കൊടുക്കുന്നില്ല. ചട്ടയിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ചട്ടയിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇക്ക TV കണ്ട് ചട്ടയിട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ നേരത്തെ എന്തായാലും കിടന്നുറങ്ങി. അപ്പോൾ അത് അടിച്ചു വാരാതെ ഒരു പണിക്ക് നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ചു വാരലോട്ട് കടന്നിട്ടോ. എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഫസ്റ്റ് ദിവസം മൊത്തം എനിക്ക് മാത്രമായിരിക്കില്ല, എല്ലാ അമ്മമാർക്കും മൊത്തം പൊരിച്ചലായിരിക്കും കേട്ടോ. ഇനി ഒന്ന് സെറ്റ് ആവണം, അതിനോടൊന്ന് യോജിക്കണം. പൊന്നൂസ് പിന്നെ കറക്റ്റ് നമ്മൾ, അതായത് മദ്രസ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് ദൂരെയാണ്. മദ്രസ 8 മണിക്ക് വിട്ട് അവൾ ഇവിടെ എത്തുമ്പോൾ 8:15 ആവും എങ്ങനെയും, അല്ലെങ്കിൽ 8:10 ആവും മിക്ക കൊണ്ടുവരുമ്പോൾ. പിന്നെ വണ്ടി 8:33 40 ആകുമ്പോൾ കുട്ടികളുടെ സ്കൂൾ വാൻ വരും. അവൾ വരുമ്പോഴേക്കും ഫൈക്കുട്ടൻ്റെ കുളി ഒരുങ്ങൽ എല്ലാം ഒന്ന് കഴിയണം, എന്നാലേ ഒക്കെ സെറ്റ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ചു വാരൽ തകർത്തമായിട്ട് വൃത്തിയാക്കിയിട്ട് ഇനി അടുത്ത പടി വൃത്തിയാക്കുന്നുണ്ട്. ഫൈമോൻ ഉറങ്ങുന്നവനെ വിളിക്കുന്നുണ്ട്. ഫൈമോൻ എണിക്കുന്നില്ല. ഫൈമോൻ 10 മണി വരെയൊക്കെ ചില ദിവസങ്ങളിൽ കിടന്നുറങ്ങും. അതങ്ങോട്ട് കുട്ടിക്ക് ശീലമായി. അങ്ങനെ വീണ്ടും നിവർത്തിയില്ല എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോയി ഓരോന്ന് കാട്ടി അവനെ എണീപ്പിക്കണം കേട്ടോ. അങ്ങനെ എടുത്ത് പൊന്നാരൊക്കെ കാട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവന് പറഞ്ഞതായിരുന്നു കേട്ടോ, അതാ നോക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ കുറച്ച് ഹാപ്പിയായി ചിരിക്കുകയൊക്കെ ചെയ്തു. രാവിലെ തന്നെ ഇടങ്ങേറാക്കാൻ പറ്റില്ല. ഇന്ന് നല്ല താല്പര്യമുണ്ട് ആൾക്ക്, കാരണം പുതിയ ബാഗ് സാധനങ്ങളൊക്കെ. ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാം. ആൾ ഉറങ്ങി എണിച്ചു, പല്ല് തേക്കിന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാ. താടിയിൽ കൈ കൊടുത്ത് എന്തോ ആലോചിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, സ്കൂളിൽ പോകേണ്ട കാര്യം. കുറച്ച് മടിയുണ്ട് സ്കൂളിൽ പോവാൻ. അപ്പോൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ആൾ നല്ല ബാഗ് കൊണ്ടുപോകണം, കുപ്പി കൊണ്ടുപോകണം പറഞ്ഞ് നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ എന്താ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുക്കി. അവനെ പൊന്നൂസ് വന്നിട്ടില്ല. പൊന്നൂസ് വന്നു, ഇക്കയും വന്നു. അപ്പോൾ അവൾ ഓടി കഴിച്ചിട്ടാണ് വരുന്നത്. അവൾ പിന്നെ ഉഷാറാണ് കേട്ടോ. അവൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ എല്ലാത്തിനും അവൾ നല്ല ആക്റ്റീവാണ്. എൻ്റെ ഫൈക്കുട്ടന് അവൻ കുഞ്ഞല്ലേ, ഒന്നും ആയിട്ടില്ലല്ലോ, അത്രയല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇന്നൊക്കെ കളർ ഡ്രസ്സാണ് കേട്ടോ. യൂണിഫോം ഒന്നുമല്ല. ഫൈക്കുട്ടനെ യൂണിഫോം അടിച്ച് കിട്ടിയിട്ടില്ല. അവൻ ഇപ്രാവശ്യം 1ാം ക്ലാസ് അല്ലേ. അപ്പോൾ പഴയത് ഞങ്ങൾ വന്ന പാടായിരുന്നുകൊണ്ട് യൂണിഫോം ഒന്നും അടിച്ചിട്ടില്ല. കളർ ഡ്രസ്സ് തന്നെയാണ് ഇത്ര കാലം അവൻ ഇട്ടിട്ട് പോയത്. അങ്ങനെ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ കുപ്പികളിലെല്ലാം വെള്ളമൊക്കെ, അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ അവർക്ക്. കഴുകുമ്പോന്നൊക്കെ ഫൈക്കുട്ട ഒരേ പറച്ചിലായിരുന്നു, കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്ന് അവർ പറയുമായിരുന്നു. അവരുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട്. അതുകൊണ്ടോ ബോക്സിൽ ലൈറ്റ് കണ്ടിട്ട് ഇതേ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പിന്നെ അങ്ങനെ ശനിക്ക് വയറെത്തിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവരുടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. അപ്പോൾ അതും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അതും രാവിലെ ഈ തിരക്കി കൂടെ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. പിന്നെ വെള്ളമൊക്കെ ആക്കി, അത് പൊന്നൂസിൻ്റെ ബാഗിലാണ്. എല്ലാം ബാഗിൽ ആക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നൂസ് വന്നു. പിന്നെ അവൾ ഒറ്റയ്ക്ക് പോയി കുളിച്ച് ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. തല മാത്രം ഒന്ന് കെട്ടി കൊടുക്കണം. മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ തല ഒറ്റയ്ക്ക് കെട്ടാൻ ആയിട്ടില്ല കേട്ടോ, അറിയില്ല. അങ്ങനെ അവൾ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ പുതിയ കുപ്പി ഇതന്നെ വേണം എല്ലാവർക്കും ഇപ്പം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൊന്നൂസൊക്കെ വാശി പിടിച്ച് അങ്ങനെ ഫൈക്കുട്ടനൊക്കെ വാങ്ങിയതാണ്. വെള്ളം ലീക്കാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കമഴ്ത്തി നോക്കിയതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പോയി വന്നാലേ അറിയുള്ളൂ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ സ്നാക്സ് ബോക്സ് ഒന്നും വാങ്ങിയിട്ടില്ല, അതൊക്കെ നമ്മുടെ പഴയ സാധനങ്ങൾ തന്നെ. ബാഗ് ഫൈമോൻ്റെ കേടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പൊന്നൂസിന് ബാഗ് കേടായിരുന്നു. അവൾ UKG വാങ്ങിയ ബാഗാണ് കേട്ടോ യൂസ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി, പക്ഷെ അത് കീറിയപ്പോൾ പിന്നെയും പഴയ തന്നെ യൂസ് ചെയ്തു. വൈക്കുട്ടൻ്റെ കൊട എല്ലാം പിടിച്ച് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പൊന്നൂസ് തലയൊക്കെ കെട്ടിക്കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പൊന്നൂസ് ഒറ്റയ്ക്ക് ഒരുങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്നാക്സ് ബോക്സ് ഇനി ബാഗിലെടുത്ത് വെക്കണം. മിച്ചറാണ് കേട്ടോ അവർക്ക് വാങ്ങിയത്. ഫൈക്കുട്ടൻ ഒരേ വാശി, ബിസ്ക്കറ്റ് വേണ്ട, ഇത് തന്നെ മതിയെന്ന്. പിന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് ദിവസമല്ലേ പറഞ്ഞിക്ക വാങ്ങിച്ച്. അങ്ങനെ പുറത്ത് റെഡിയായി ഇറങ്ങി ടാറ്റ പറയാനും വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്തിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പ്ലേയിങ് ഗീസൊക്കെ തരുന്നുണ്ട് ഫൈമോൻ്റെ വക. അങ്ങനെ അവർ ഇറങ്ങി. ഇക്കയാണ് കേട്ടോ കൊണ്ടാക്കാൻ പോകുന്നത് വാന് കയറ്റാൻ.
അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കൊച്ചു ഫാമിലിയിൽ 2 കൊച്ചു പിള്ളേർ സ്കൂളിൽ പോണ കാര്യങ്ങളാണ് ഇന്നുള്ളത്. അവരുടെ കൈയും പിടിച്ച് സ്ലോ മോഷനിൽ അങ്ങനെ കൊണ്ടാക്കാൻ പോയി. മാക്സിമം ഒക്കെയാണ് കേട്ടോ കൊണ്ടാക്കുമ്പോൾ. കയറ്റത്തിലെ വണ്ടി വരുള്ളൂ, ഇറക്കത്തിലോട്ട് വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ വീഡിയോസിന് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ. അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കണ്ടോ ക്ഷീണിച്ച് തളർന്ന് വന്നിരുന്നു. അപ്പോൾ ചോദിക്കുന്നു ക്ഷീണിച്ചോന്ന് കേട്ടോ. ടാറ്റാ ബൈ.